മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ വലിയ അനുഗ്രഹം ഈ ദിവസത്തെ നിങ്ങളുടെ സകല കാര്യങ്ങളിലും നിറയട്ടെ. പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്താ തിരുനാളിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുന്ന ദിവസങ്ങളാണ്. പെന്തക്കോസ്താ തിരുനാളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിൽ ജ്വലിക്കണം. കാരണം ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തിക്ക് മാത്രമേ നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. റോമാലേഖനത്തിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ തിരുവചനത്തില് വചനം പഠിപ്പിക്കുകയാണ്, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളോടെ ആത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ബലഹീനരാണ്. നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ട്, വീഴ്ചകളുണ്ടാകാം. കാരണം നമ്മൾ മനുഷ്യരാണ്. ഈ ബലഹീനതയ്ക്ക് നമ്മൾ അടിമപ്പെടാതെ, ബലഹീനതയിൽ നമ്മൾ നശിക്കാതെ, ഈ ബലഹീനതയിൽ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് ലഭിക്കണമെങ്കിൽ സഹായകനായ പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ചില തിന്മകളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ചില തഴക്കദോഷങ്ങളുണ്ട്. ഈ തിന്മയിലും ഈ തഴക്കദോഷത്തിലും നമ്മൾ കിടക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം സ്വീകരിക്കാനായിട്ട് സാധിക്കുകയില്ല. ഈ തിന്മയിൽ വസിച്ചുകൊണ്ട്, ഈ തഴക്കദോഷത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാൻ പറ്റും? പ്രാർത്ഥിച്ചാൽ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം നിറയാനായിട്ട് സാധിക്കുകയില്ല. കാരണം നമ്മളിലേക്ക് ഒഴുകുന്ന ദൈവാനുഗ്രഹത്തെ നമ്മളിലുള്ള പാപത്തിന്റെ മറ തടഞ്ഞു നിർത്തും. ആ കൃപയെ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ബലഹീനതയിൽ വീണു പോകേണ്ടവരല്ല, ബലഹീനതയിൽ നമ്മൾ നശിക്കേണ്ടവരല്ല, ബലഹീനതയിൽ തകർന്നു പോകേണ്ടവരല്ല. നമ്മൾ ഓരോരുത്തരും പ്രത്യുത ബലഹീനതയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടവരാ. ഈ ബലഹീനതയിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, പിശാചിനെ എതിരിടാൻ, തിന്മയെ എതിരിടാനുള്ള കഴിവോ ശക്തിയോ നമുക്കില്ല. കാരണം നമ്മൾ ബലഹീനരാ, മനുഷ്യരാ. ഇതിനെ എതിരിടണമെങ്കിൽ ദൈവിക ശക്തി നമുക്ക് ആവശ്യം. ആ ദൈവിക ശക്തി നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മളില് പലർക്കും ആഗ്രഹമില്ലേ, പാപത്തെ ഒന്ന് ഉപേക്ഷിക്കണം, മദ്യപാനം ഒന്ന് മാറ്റണം, പുകവലി ഒന്ന് മാറ്റണം, ജഡികമായിട്ടുള്ള ചില ആസക്തികളെ ഒന്ന് മാറ്റണം, ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണമെന്ന്. പക്ഷെ പലപ്പോഴും നമുക്കത് സാധിക്കുന്നില്ല. നമ്മള് നന്മ ആഗ്രഹിച്ചാലും തിന്മ പ്രവർത്തിച്ചു പോവുകയാണ്. കാരണം ആത്മാവിന്റെ അഭിഷേകം നമ്മളിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതുകൊണ്ടാണ്. ആത്മാവുള്ള വ്യക്തിക്ക് പാപത്തെ എതിരിട്ട് നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം ആത്മാവ് നമ്മുടെ ബലഹീനതയിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് എന്റെ ബലഹീനതയിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ ബലഹീനതകൾ ഏതൊക്കെയാ? ചിലപ്പോൾ മദ്യപാനമായിരിക്കാം, കുറ്റം പറയുന്നതായിരിക്കാം, പുകവലിയായിരിക്കാം, ജഡികമായ ആസക്തികളായിരിക്കും, തെറ്റായത് കാണുന്ന അവസ്ഥകളായിരിക്കാം, തെറ്റായ ചില ബന്ധങ്ങൾ വിട്ടുപേക്ഷിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള അവസ്ഥകളായിരിക്കാം. അല്ലെങ്കിൽ മൊബൈൽ അഡിക്ഷൻ, എപ്പോഴും ഇങ്ങനെ മൊബൈലിൽ സമയം കളയുന്ന അവസ്ഥകള്, പഠിക്കാൻ പറ്റാത്ത അവസ്ഥകള്, ഇങ്ങനെ ബലഹീനത ഒത്തിരി നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. ആ ബലഹീനതകളെ ഓരോന്നും ഒന്ന് ഓർക്കുക. ആ ബലഹീനതയെ ഒന്ന് സമർപ്പിച്ച് ഈശോയ്ക്ക്, എന്നിട്ട് ആ മേഖലയിൽ പരിശുദ്ധാത്മാവ് നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ച്, ആത്മാവ് ആ മേഖലയിൽ നിറഞ്ഞ് നമുക്ക് നമ്മുടെ ബലഹീനതയിൽ നിന്നൊരു വിടുതല് നമുക്ക് സഹായിക്കും. കാരണം വചനം പറയുകയാണ്, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ബലഹീനതകളെ മുഴുവനും ഈശോയ്ക്ക് സമർപ്പിക്കാം. ദൈവാനുഗ്രഹത്തിന് തടസ്സമായിട്ട് നമ്മളിലുള്ള നമ്മുടെ കുറവുകളെ സമർപ്പിക്കാം. ആ കുറവുകളിൽ ആത്മാവ് നിറയുന്നതിന് വേണ്ടി സ്തുതിക്കാം. ഹല്ലേലൂയ, ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ.
ബലഹീനതയിൽ ഞങ്ങളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളെ മറികടക്കാനും ബലഹീനതകളെ ഉപേക്ഷിക്കുവാനുള്ള ശക്തി പരിശുദ്ധാത്മാവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ആത്മാവേ മക്കളിൽ നിറയണമേ. ഇവരുടെ ജഡികമായ ആസക്തികളിൽ, മദ്യപാനത്തിൽ, മയക്കുമരുന്ന് ഉപയോഗങ്ങളിൽ, പുകവലി, ദുശീലങ്ങളിൽ, തെറ്റായത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ, മൊബൈൽ അഡിക്ഷനിൽ, തെറ്റായ ബന്ധങ്ങളിൽ, തെറ്റായ പ്രവർത്തനങ്ങളിൽ, കുറ്റം പറയുന്ന അവസ്ഥയിൽ, കുറ്റം കാണുന്ന അവസ്ഥയിൽ നിന്ന് സകലവിധ ബലഹീനതകളിലേക്കും ആത്മാവെ നിറഞ്ഞ് ഇവരിൽ നിന്ന് ആ പൈശാചിക ശക്തിയെ, തിന്മയെ നിർവീര്യമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ദിവികാരുണ്യത്താൽ ബന്ധിച്ച് ഇവരുടെ ജീവിതത്തിൽ നിന്ന് സർവ്വ തിന്മകളെയും നിർവീര്യമാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ തടസ്സങ്ങളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. ആപത്തുകളും അപകടങ്ങളും മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.